അതിസമർത്ഥന്മാരായ 4-5 സയന്റിസ്റ്റുകളുടെയും ഡോക്ടേഴ്സിന്റെയും ഒക്കെ കഠിന പ്രയത്നത്തിലൂടെ കണ്ടുപിടിച്ച ഈ ടൈം മെഷീൻ ഇന്ന് ലോകത്തിലെ തന്നെ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഈ മെഷീനകത്തൂടെ കയറി ഇറങ്ങുന്ന ആർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ര വയസ്സ് കുറച്ച് കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ, ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആ കണ്ടുപിടിച്ച ഒരു മെഷീന് ഈ ലോകത്തിലെ തന്നെ ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ മെഷീന് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആദ്യമായി ഈ മെഷീൻ കണ്ടുപിടിച്ച പ്രഗത്ഭരായ സയന്റിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടാം. അവരുമായി ഇന്റർവ്യൂ എടുക്കുവാൻ കുളിർ ചാനലിൽ നിന്നും കുളിർ തങ്കപ്പനും ക്യാമറമാൻ കണ്ടുണ്ടി. താങ്ക് യു. ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർ, കുളിർ TV ചാനലുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ 4 പ്രശസ്തരായ സയൻറ്റിസ്റ്റുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവരൊരു വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനുമുണ്ടായി ഇവരുടെ ഈ പ്രശസ്തമായ ഈ കണ്ടുപിടുത്തം കേട്ടതിന് ഞങ്ങളുടെ തന്നെ ചാനലിൽ റിപ്പോർട്ടർ ഹ്യൂസ്റ്റണിലെ സെന്റ് സ്റ്റീഫൻ പള്ളിയിലെത്തി പ്രബുദ്ധരായ ചില വ്യക്തികളോട് അഭിപ്രായം ആരായുണ്ടായി. നമുക്കിപ്പോൾ അവരുടെ അഭിപ്രായം നമുക്കിപ്പോൾ കേൾക്കാവുന്നതാണ്. ഗുഡ് മോർണിംഗ് ആൻഡ് നമസ്കാരം. കുളിർ TV ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മനോരഞ്ജിനി. ടുഡേയ്സ് ഫ്ലാഷ് ന്യൂസ്. 2012 ഏറ്റവും വലിയ ഇൻവെൻഷൻ കേട്ടറിഞ്ഞ് ഞങ്ങൾ സെയിന്റ് സ്റ്റീഫൻ ചർച്ചിലെ കുറച്ച് അങ്കിൾമാരെ ഒപ്പീനിയൻ ഞങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലെറ്റ്സ് ഷെയർ their opinions. Come on, let's go to St. Stephen's Church, Houston. Come on. ഈ മിഷനെ പറ്റി ഞാൻ നാട്ടിൽ വെച്ച് ഏഷ്യനെറ്റിലൂടെയാണ് കേൾക്കാൻ കഴിഞ്ഞത്. കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. സെന്റ് സ്റ്റീഫനിലുള്ളവരാണ് ഇത് കണ്ടുപിടിച്ചത് കേട്ടപ്പോഴാണ് ഞാൻ ആദ്യം ഞെട്ടിയത്. തിരിച്ച് ഇന്നലെ കഴിഞ്ഞ ആഴ്ച വന്ന് നമ്മുടെ ഏലിയാമാൻ്റെ കോളേജിൽ പോകാൻ കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ വിശ്വസിച്ചു പോയത്. എത്രയും പെട്ടെന്ന് ഇതിലൊന്ന് കയറി ചെറുപ്പമാണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല ഇങ്ങനൊരു സംഭവം റിയാലിറ്റി ആവുമെന്ന്. എൻ്റെ ഫ്രണ്ട് 66 വയസ്സുള്ള എൻ്റെ ഒരു ഫ്രണ്ട് നേട്ടം ഈ മെഷീനിലേക്ക് ഇറങ്ങിപ്പോയതാ. എന്നെക്കാട്ടി ചെറുപ്പമായിട്ട് വന്നു. എനിക്കും വേണം, എനിക്കൊന്ന് പോകണം, എനിക്ക് ഈ മെഷീൻ ഒന്ന് കയറണം, ഒന്ന് ചെറുപ്പമാവണം. എനിക്ക് കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കുന്നത്. I will not believe this. This is absolutely absurd. അയ്യോ, എന്ത് അത്ഭുതമാണ്. ഞാൻ ഈ ഫ്യൂണറോട് കാശ് കൊടുക്കത്തില്ലായിരുന്നല്ലോ. തിരിച്ചു പഠിക്കണമെന്ന് എനിക്ക്. അയ്യോ, ഇത് ഭയങ്കരമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിനെ കുറിച്ച് എന്തായിരുന്നുള്ളത്. എൻ്റെ കർത്താവ്, ഇത് ഭയങ്കരം തന്നെ. ഒരു കാലത്തും എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. എടാ, 70 വയസ്സായ ഒരു മനുഷ്യൻ ഈ മെഷീനിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോൾ 30 വയസ്സുകാരനെ പോലെ. ഇത്ര ചെറുപ്പം, എന്തൊരു ഭയങ്കരമാണ് ഇത്. ചെറുത സെന്റ് സ്റ്റീഫൻസിലുള്ള ഒരു പിള്ളേർ തന്നെ കണ്ടുപിടിച്ചതാണോ ഇത്? എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റില്ല. അങ്ങനെ നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് കഴിയും. ഇനി നമുക്ക് നമ്മുടെ ഈ പ്രശസ്തരായ സയന്റിസ്റ്റുകളോട് അവരുടെ മറ്റു കണ്ടുപിടുത്തങ്ങളെ പറ്റി ചോദിച്ച് നമസ്കാരം. കേൾക്കാവോ? താങ്കൾ തോമസ് അല്ലേ? അല്ല, പ്രൊഫസർ
തോമസ് കുട്ടി. ഐ ആം സോറി പ്രൊഫസർ തോമസ് കുട്ടി. അപ്പോൾ പ്രൊഫസർ തോമസ് കുട്ടി, താങ്കൾക്ക് ഈ നൊബേൽ സമ്മാനങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? വെളിയിലോട്ട് ഇറങ്ങിയാൽ മതി, അന്നേരം ആൾക്കാർ വന്ന് സമ്മാനം തരും. അതുകൊണ്ടെന്താ ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. അതിരിക്കട്ടെ പ്രൊഫസർ, താങ്കളുടെ മറ്റു കണ്ടുപിടുത്തങ്ങളെ പറ്റി ഞങ്ങളുടെ ആ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാം. കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാല് കുറെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് അന്ന് കണ്ടുപിടിച്ച അതല്ലേ ഞാൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങൾ. ഗുരു കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ ലൈറ്റ് കണ്ടുപിടിച്ചു. ലൈറ്റ് കണ്ടുപിടിച്ചത് താങ്കളാണ്? ഞാൻ. ലൈറ്റ് കണ്ടുപിടിച്ചത് തോമസ് ആൽവാ എഡിസൺ അല്ലേ? ആ എഡിസനെ ഞാൻ ഇച്ചിരി വേറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇട്ടത്. ആക്ച്വലി ഇറ്റ് ഇസ് തോമസ് കുട്ടി ഫ്രം ആലുവ. അതിരിക്കട്ടെ പ്രൊഫസർ, താങ്കൾ എങ്ങനെയാണ് ആ ലൈറ്റ് കണ്ടുപിടിച്ചത്? ഞങ്ങളുടെ ആ പ്രൊഫസറുമായിട്ട് അങ്ങനെ പറഞ്ഞാല് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ് എന്ന് പറഞ്ഞാല് പറയാം എന്ന് പറഞ്ഞാല് E equal to MC². ഒന്നും മനസ്സിലായി? അത് ഐൻസ്റ്റൈൻ. Okay. അന്നേരം ആദ്യം ഒരു ജഗ് എടുക്കുക. അതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ചു. ജഗ്ഗിനകത്ത് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് മറ്റേതെടുക്കുക. ഒരു കുപ്പി റമ്മ എടുക്കുക. ഇത് കൊള്ളാലോ. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒരു ഗ്ലാസിനകത്തോട്ട് ഒഴിച്ചു. ഇനിയും വെള്ളം എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു. ഇപ്പോൾ ലൈറ്റായി. ലൈറ്റായില്ലെങ്കിൽ വയറിളക്കും. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിന്റെ പരീക്ഷണം ഫുൾ ടൈം വെള്ളമടിയാണ് ഇദ്ദേഹത്തിന്റെ പരീക്ഷണം. അങ്ങനെ എന്തായാലും നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രൊഫസർ മിസ്റ്റർ ജോർജ് കുട്ടി. സോറി പ്രൊഫസർ ജോർജ് കുട്ടി, താങ്കളുടെ എഡ്യൂക്കേഷനെ പറ്റി ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കും. സാറേ, വിദ്യാഭ്യാസം ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഓരോ ക്ലാസ് വളരെ തറവായിട്ട് 5 കൊല്ലം 6 കൊല്ലം ഇരുന്നാണ് ഓരോ ക്ലാസ്സും പഠിച്ചത്. അങ്ങനെ ഓരോ ക്ലാസ്സിൽ പല ടീച്ചർമാരും പറഞ്ഞു എന്താണെന്നറിയാം, ഞാൻ തന്നെ പലപ്പോഴും കണ്ണു തള്ളിയത്. അവസാനം ടീച്ചർമാർ പറഞ്ഞു, അന്നേ പറഞ്ഞത് ഈ ഒരു നിലയിലെത്തും. അങ്ങനെ ഞാനൊരു നിലയിലായി MIT എന്ന് പറയുന്നത് മാസച്ചൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെയാണോ താങ്കൾ പഠിച്ചത്? മലപ്പുറം തല്ലുപള്ളി. മനസ്സിലായാലും ആള് അടിസ്ഥാനമായിട്ട് ഒരു തല്ലുകൊള്ളിയാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. പ്രൊഫസർ അല്ല, ഡോക്ടർ പട്ടിക്കുട്ടി. ഡോക്ടർ ഇട്ടിക്കുട്ടി. ഐ എം സോറി ഡോക്ടർ പട്ടിയാംസ്. ഡോക്ടർ ഇട്ടിക്കുട്ടി. ഓക്കെ ഡോക്ടർ ഇട്ടിക്കുട്ടി, താങ്കൾ വളരെ അറിവുള്ളവരും വളരെയധികം ഡിഗ്രികൾ സമ്പാദിച്ചിട്ടാകണം. താങ്കളുടെ ഡിഗ്രിയിൽ എന്തൊക്കെയാണെന്ന് ഞങ്ങളുടെ ഈ പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഡിഗ്രി ഒരു കോമണിലൂടെ ബികോം. അല്ല ഡോക്ടർ, ഈ ബികോം എങ്ങനെ ഡോക്ടർ എന്നുള്ളത് വന്നു? അതൊരു വലിയ കഥയാണ്. അത് എൻ്റെ അച്ഛൻ്റെ പോലെ ഒരു ഡോക്ടർ ആവാനായിരുന്നു എൻ്റെ ആഗ്രഹം. ഇദ്ദേഹത്തിന്റെ അച്ഛനും ഒരു ഡോക്ടർ ആയിരുന്നു. അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ശരി. പക്ഷെ എന്നാലും എങ്ങനെ ഈ ഡോക്ടർ എന്നുള്ളത് വന്നു? അത് മെഡിസിന് പോയി. താങ്കൾ മെഡിസിൻ പഠിച്ചിരുന്നു? അല്ല, അച്ഛന് സുഖമില്ലാണ്ടായിരുന്നപ്പോ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി. അത് ശരി, മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ആശുപത്രി കണ്ടപ്പോൾ മരുന്ന് വാങ്ങിക്കാൻ പോയ കഥയാണ് ഇദ്ദേഹം നമ്മൾ പറഞ്ഞത്. അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. എങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത പ്രൊഫസറെ പറ്റി പ്രൊഫസർ മാത്തുക്കുട്ടി അല്ലേ? അങ്ങനെയൊന്നുമില്ല, വേറെ പാത്തുകുട്ടി. ഓക്കെ മിസ്റ്റർ മാത്തുക്കുട്ടി, താങ്കൾ ഈ കണ്ടുപിടുത്തം നടത്താൻ താങ്കൾക്ക് എന്തായിരുന്നു ഒരു പ്രചോദനമായിരുന്നു? പ്രയോജനമൊന്നുമില്ല. അല്ല, ഇതുകൊണ്ട് വലിയ പ്രയോജനം എന്നല്ല അറിയാം, പക്ഷെ അതല്ല ഞാൻ ചോദിച്ചത്. എന്തായിരുന്നു പ്രചോദനം? മലയാളത്തിൽ പറ. ഈ മെഷീൻ്റെ ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയുടെ ജിയോളജി സെക്രട്ടറി. ഓ അതെ,
അത് ശരി. അച്ഛനെ ഓർക്കുമ്പോൾ അച്ഛൻ്റെ ഒരു കുട്ടി മനസ്സാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആഹാ. അപ്പം എനിക്കെപ്പോഴും എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുന്നത്. അത് ശരി. മണ്ണപ്പം ചുട്ട് കളിച്ചതും അണ്ടി കളി കളിച്ചതും സാറമ്മ ടീച്ചറെ ആ നോട്ടവും ആഹാ. മോളിക്കുട്ടിയുടെ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരും. ഓക്കെ. ഇത് ഒന്നുകൂടെ നാക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ടായി മിഷൻ. അപ്പോൾ ഫാദർ സിയോറിസച്ചൻ ആയിരുന്നു താങ്കളുടെ ഒരു പ്രചോദനം. എന്തായാലും നിങ്ങൾക്ക് 4 പേർക്കും ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങളുടെ ടീമിയുടെ പേരിൽ താങ്ക്സ്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങളുടെ ഈ ഇന്റർവ്യൂ കണ്ടുന്ന എല്ലാ നല്ല പ്രശ്നങ്ങൾക്കുള്ള ഞങ്ങളുടെ നന്ദി, നമസ്കാരം. ഡോക്ടർ ഇവിടെ. ഡോക്ടർ 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 ഞാൻ ഡോക്ടർ വർഗീസ്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിനെ വിളിക്കാം അല്ലേ? നമ്മുടെ മെഷീനൊക്കെ ശക്തമാണല്ലോ. അപ്പോൾ പേഷ്യന്റ് ഒന്നാണ്ട് നമ്പർ 1 പേഷ്യന്റാണ്. എന്റെ ഡോക്ടറെ, ഇവിടുത്തെ വെറുതെ വീട് ഭയങ്കര മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നതോ എന്താണ് ഈ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിലെ തന്നെ ഒരു ഭയങ്കര അത്ഭുതമാണ്. അതായത് ആൾക്ക് എത്ര വർഷം കുറയ്ക്കണം അത്രയും വർഷം നിങ്ങൾക്ക് ചെറുപ്പമാകാനുള്ള ഒരു അവസരമാണ്. അത് പിന്നെ എത്ര വയസ്സ് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കണ്ടീഷൻ, ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ മെഷീൻ. ഞാൻ ഈ മെഷീൻ്റെ അകത്തോട് കയറിയാൽ എൻ്റെ പ്രായം കുറഞ്ഞു വരും. കുറയും. നിങ്ങൾ പരീക്ഷിക്കണം. പരീക്ഷിച്ചു, പക്ഷെ ഇതൊന്നും കൂതാശ ചെയ്തില്ല. ആ ഒരു കുഴപ്പമുള്ളൂ. അപ്പൊ നമുക്കൊരു പണി ചെയ്താലോ? ഞാനൊരു നല്ല പേഷ്യന്റിനെ കൊണ്ടുതരാം. ഞങ്ങളുടെ അച്ഛൻ തന്നെയായിരുന്നു. പരീക്ഷിക്കാൻ പറ്റുമോ? അച്ഛനെ കൂതാശ ചെയ്യും. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു പറയട്ടെ? അച്ഛനെ പരീക്ഷിക്കാൻ പറ്റിയ വസ്തുവാണെന്ന് പറയുന്നത്. അച്ഛൻ പ്രായമൊക്കെ ആയിക്കോട്ടെ, ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിളിച്ചോണ്ടില്ല. അച്ഛാ, ഹലോ. എന്ത് ചെയ്യാന്ന് പറ എന്റെ ഡോക്ടറെ. ഞങ്ങളുടെ അച്ഛൻ എന്തോ ഒരു പ്രശ്നമായിട്ട് വരാൻ പറ്റിയില്ല. ഞാൻ അതിന് പകരം വേറെ പാർട്ടിയെ കൊണ്ടിട്ടെ. അച്ഛന് പകരമായിട്ട് പറ്റിയ പാർട്ടി തന്നെ കൊണ്ടുപോയി. ആയിക്കോട്ടെ. വന്നേ എന്റെ ചാർജ് ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഡോക്ടറെ, ഇത് ഞങ്ങളുടെ ഭദ്രാശ്രമത്തിന്റെ കൗൺസിൽ മെമ്പറാണ്. ആളെ യോഗ്യനാ. അപ്പൊ ആ ഡോക്ടർ അതൊന്ന് ഇദ്ദേഹത്തോട് വിവരിച്ചു പറഞ്ഞു എന്തൊക്കെ സംഭവം. അപ്പോ ചാലങ്ങളെ, ഈ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കുറയ്ക്കുന്ന മെഷീനാണ്. എനിക്കറിയാം ചാലങ്ങൾ കുറച്ച് നാളായിട്ട് പ്രായം കുറയ്ക്കാനായിട്ട് അപ്പൊ എന്തോ ആകും ചാർജ്? അപ്പൊ ഒരു വയസ്സിന് $1000. അതായത് അപ്പൊ ഡോക്ടറെ കൗൺസിൽ മെമ്പറൊക്കെ ആയതുകൊണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വന്നേ. ഒരു ശകലം കുറച്ച് കൊടുക്കാവുന്നു. ഒന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ ഭക്ഷണം കേക്ക് ഇവിടെ ചാർജ് ചെയ്ത് പോകും. അത് പറയത്തില്ല, പേടിക്കില്ല, ധൈര്യമായിട്ട് പോകും. കൗൺസിൽ മെമ്പറാണ് ഡിസ്കസ് ചെയ്തേ. അപ്പൊ ചാർലി, നമുക്കൊരു 5000 അങ്ങ് കയറിയാലോ? നടന്നില്ലേ തിരിച്ചു തരുമോ? അതാണോ ഗ്യാരണ്ടി. എന്നാലും ഒരു അത്ഭുതം ഈ മെഷീന്. അയ്യോ, ഈ മെഷീൻ അതോട്ട് കയറിക്കോളൂ.
എന്റെ ദൈവമേ, കൗൺസിൽ മെമ്പറെ ഞാൻ പറഞ്ഞ് കേട്ടി പിടിപ്പിച്ചിരിക്കുക. വല്ലതും വന്ന ഭദ്രാസനക്കാരനെ കൊന്നുകളെ. അയ്യോ, വല്ല ഉദ്ദേശം വല്ലതും ഉണ്ടോ ഈ ഭദ്രാസന കൗൺസിൽ മെമ്പർ കഴിഞ്ഞാൽ ദേവലോകത്തോട്ട് പോകാന്? അയ്യോ ജോൺസി, നിങ്ങളൊക്കെ വിചാരിച്ച നടക്കത്തില്ലേ? അപ്പൊ എന്റെ മാനേജിങ് കമ്മിറ്റിയോ അതിൽ കൂടുതലോ? അതല്ലേ ഇപ്പൊ നടക്കാൻ പറ്റും. എന്നാ എന്തായാലും വീട്ടിലൊന്ന് പോയി നോക്കണം. വീട്ടിലൊന്ന് പോയി നോക്കണ്ട. ജോൺസിനെ സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. ഓ, ഞാൻ ഏറ്റു. അപ്പൊ ഡോക്ടറെ, അടുത്ത ആളെ വിളിക്കട്ടെ. പേഷ്യന്റ് നമ്പർ 2. ഇങ്ങോട്ട് വന്നു. നല്ല കാര്യം. ഒന്ന് വേഗം നടക്കേണ്ട കോഴി തങ്കപ്പ. കോഴി തങ്കപ്പന? ഇത് ഞങ്ങൾ ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് കോഴി തങ്കപ്പനെന്ന്. ഓ, അതൊക്കെ പറയാനാ കോഴി തങ്കപ്പ എന്ന് പറഞ്ഞത്. ഡോക്ടറെ, അതൊന്ന് വിശദീകരിച്ചേണ്ടതാണ് ഇദ്ദേഹത്തോട്. അപ്പൊ ഈ മെഷീനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചന് പിന്നെ ഈ മെഷീനകത്തൂടെ കയറിയാൽ പ്രായം കുറച്ചില്ല. പക്ഷെ ഈ കണ്ടീഷനിൽ മെഷീനകത്ത് കയറാൻ ഒക്കുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്യണം. ഇതൊന്നും ഇല്ല. എന്റെ ഡോക്ടറെ, ആ കുന്നപ്പെടാണ്ട് ചെടികൾ വെക്കൂ. പേസ് മേക്കർ നെഞ്ചത്താണോ വരുന്നത് ഡോക്ടർ? എന്റെ ഡോക്ടറാ ഇത്. പേസ് മേക്കർ ഫേസല്ലേ? പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും. അല്ല അപ്പോഴേ കോഴി തങ്കപ്പ, ഇതാര് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത് ഈ മെഷീൻ? ഞാനോ? എന്നാലേ ഈ നീലോട് പറയത്തില്ല, ഇത് ജാനി പറഞ്ഞു, ഞാൻ പറയത്തില്ല. അപ്പോഴേ എത്ര ഡോക്ടറെ, എത്ര വയസ്സ് കുറയ്ക്കണം? എത്ര വരെ കുറയ്ക്കാം? അപ്പച്ചന്റെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ പറഞ്ഞത് 20 എന്താ പറഞ്ഞ, ഒരു 40 കുറയ്ക്കാമോ? ആ, ഒരു അത്രയും വേണോ? ഒരു 10-15 പോരെ? 40,000 രൂപയാ 40 വയസ്സെന്ന് പറഞ്ഞാല്. ക്യാഷ് എനിക്ക് പുല്ലടി, അതെനിക്ക് ഇല്ലടേ. എന്നാ ഒരു കാര്യം ഡോക്ടർ, ഒരു 20, ഒരു 40 കുറയ്ക്കും. 40 വണ്ടിച്ചക്കാണോ? എഴുതിയെടുത്തോളാം. കൊടുക്ക. ഡോക്ടർ, ഹാർട്ട് പേഷ്യന്റാ, സൂക്ഷിച്ചൊക്കെ വേണം. കുഴപ്പമില്ല, കേറിക്കോട്ടെ. പ്രായം കുറയ്ക്കുന്ന കാര്യം ഞങ്ങളെ
ചെറുപ്പം മുതലേ എനിക്ക് ജ്യോത്സ്യം പറഞ്ഞായിരുന്നു. നല്ല ബുദ്ധിയുള്ള പയ്യനാണ് ഞാൻ. എൻ്റെ തല എപ്പോഴും കഷ്ടിയായിരിക്കും. എൻ്റെ തല എപ്പോഴും മോനെ ജാനകിയുടെ കൂടെ തന്നെ പോകാമോ? ഇത്ര ചെറുപ്പായിരിക്കുമ്പോ ഇനിയിപ്പോ എന്തിനാ കളവ് ജാനകിയുടെ കൂടെ ഞാൻ പോലും. ചുമ്മാതല്ല തന്നെ കോഴി തങ്കപ്പാന്ന് വിളിക്കുന്നത്. പോടാ. അപ്പൊ ഡോക്ടർ, ഈ അടുത്ത പേഷ്യന്റിനെ വിളിക്കുന്നതിന് മുമ്പേ എനിക്കൊരു ഭൂതി, എനിക്കൊരു ചെറിയ ഭൂതി. എന്റെ ഭാര്യയെ രാജൻ നിന്ന് കയറ്റിവിട്ടാലോ? ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഡോക്ടറെ കൈകാര്യം ചെയ്യണം. എടി രാജപ്പോ, ഇങ്ങോട്ട് വന്നേടി, ഇങ്ങോട്ട് വന്നേടി. എടി നീ ഈ മെഷീനെ കുറിച്ച് കേട്ടോ? എടി നിന്റെ പ്രായത്തെ ഈ മെഷീൻ അകത്തൂടെ കയറി പോയാലുണ്ടല്ലോ അങ്ങ് കുറയും. 10 വേണോ, 20 വേണോ, 30 വേണോ, 40 വേണോ, നീ ഒന്ന് പറയടി. മെഷീനകത്ത് കയറട്ടെ. ഞാൻ കീമോതെറപ്പി മെഷീനെ കയറി, റേഡിയേഷൻ മെഷീൻ കയറി, MRI മെഷീൻ കയറി. എനിക്ക് ഈ മെഷീനെ കയറണ്ടായേ. എടി എന്നാലും ഈ മെഷീൻ അകത്തൂടെ കയറി ഇറക്കണം. നീ അങ്ങിച്ച് ഒരു പ്രായം കുറയത്തില്ല. ഡോക്ടറെ, 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 എന്റെ ഡോക്ടറെ ഇവളോട് അത് മെഷീനെ കുറിച്ചൊന്ന് പറഞ്ഞേ ഡോക്ടറെ. അമ്മച്ചി അറിയാതെ ഡോക്ടർ വിളിച്ചതല്ലയോ? ചേച്ചി, അപ്പൊ ഈ മെഷീൻ അതോടെ കയറിയാല് പിന്നെ പ്രായം കുറയും. എത്ര പ്രായം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ മതി. ചെറുതാണെന്ന് പൈസ പ്രയാസം ചാടി കൊടുക്കത്തില്ലയോ? അപ്പൊ ഇതൊക്കെ എത്ര വയസ്സ് കുറയണമെന്ന് പറഞ്ഞു? 30 വയസ്സ് കുറയ്ക്കണം. ഓ, അത്രയൊന്നും വേണ്ട. അന്നേരം എത്ര പൈസയാ? അപ്പൊ $30,000. എന്നിട്ട് എന്നെ ജോലിക്ക് വിടാനാണോ എന്നെ? അങ്ങനെയൊക്കെ പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞ മറിയക്കുട്ടിയും ആ അമ്മുക്കുട്ടിയൊക്കെ 100s ഉണ്ടാക്കുമ്പോ എനിക്ക് ഇല്ലയോടെ ഒരു ഭൂമി 100s ഉണ്ടാക്കാന്. നീ ഒരു കാര്യം ചെയ്യും, നീ ജോലിക്കൊന്നും പോയില്ലെങ്കിലും നമുക്കൊരു 20 വയസ്സ് അങ്ങോട്ട് കുറയ്ക്കാം. അതിനുള്ള കാശൊക്കെ എൻ്റെ ഉണ്ട്. ഞാൻ കൊടുത്ത ഡോക്ടറെ ഒരു കാര്യം ചെയ്യും, അവക്കൊരു 20 വയസ്സ് കുറച്ച് ഒന്ന് അടിച്ചു. ആയിക്കോട്ടെ, പൈസ കൊടുക്കും. അങ്ങനെ പൈസ കൊടുക്കണം. പൈസ കൊടുത്തു, ഡിസ്കൗണ്ട് ഒന്നുമില്ല. ഡോക്ടറെ, എന്റെ ഭാര്യ കേട്ടോ, ഒന്നുകൊണ്ടും മേടിക്കണം. ഞങ്ങൾ ഇപ്പൊ ശരിയാണ്.
ചെറിയ പ്രശ്നമുണ്ട്.